ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുറിച്ചുള്ള പരിശോധനകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതുവരെ കണ്ടെടുത്ത മൃതദേഹഭാഗങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. കെ.ബി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? എപ്പോഴേക്കും ശാസ്ത്രീയ പരിശോധനാ ഫലം എത്തും? ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് 30 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ പറഞ്ഞത്. ഏതായാലും ഈ അന്വേഷണം സംബന്ധിച്ച് ഇതുവരെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സാക്ഷി വെളിപ്പെടുത്തിയ തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും എത്തിയില്ല ഇതുവരെ. ചില സ്പോട്ടുകളിൽ നിന്ന് ചില അസ്ഥികഷ്ണങ്ങൾ കിട്ടിയിരുന്നു. ഇതിന്റെയൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം വന്ന ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. ഇതുവരെ സാക്ഷി പറഞ്ഞ 13 കൂടുതൽ ഒരു സ്ഥലത്ത് കൂടി 14 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന 13-ാം നമ്പർ സ്പോട്ടിൽ ഏതാണ്ട് 18 അടിയോളം കുഴിച്ച ശേഷമായിരുന്നു പരിശോധന നടത്തിയത്. അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കണ്ടെത്താനായില്ല. ഇതോടുകൂടിയാണ് ഈ അന്വേഷണം സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നത്. ഇത് രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്തു. പ്രതിപക്ഷം ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്ന തരത്തിൽ പ്രചാരണവും തുടങ്ങി. ഇതോടെയാണ് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര സഭയിൽ പ്രസ്താവന നടത്തിയത്. നിലവിലേതായാലും ഈ അന്വേഷണം പൂർണ്ണമായി നിർത്തിവെച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ താൽക്കാലികമായി ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കുഴിച്ച് പരിശോധിക്കുക, ഭൂമി കുഴിച്ച് മൃതദേഹങ്ങൾ എടുക്കാനുള്ള പരിശോധനകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഏതായാലും അന്വേഷണം സംബന്ധിച്ച് അന്തിമ തീരുമാനം SITയുടേതായിരിക്കും. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ 100-ലധികം മരണങ്ങൾ അത് കൊലപാതകങ്ങളാണ് എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അവിടെ കുഴിച്ച് പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുക്കുകയും അതിന്റെ തുടർച്ചയുള്ള നടപടികൾ നടക്കുകയും ചെയ്തത്. ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹഭാഗങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇനി തുടർ നടപടി ഉണ്ടാകൂ. കെ.ബി. ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്.